ഞങ്ങൾ പള്ളി വിളിക്കുന്ന സമയം ഏതാണെന്ന് ഞങ്ങളോട് അറിയിച്ചിരുന്നു. ആ സമയം പുള്ളി ഒരു പൂജാവിൽ കയറി പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നത് വരെ പൂജ നടത്തുകയായിരുന്നു. പൂജ ഈ ബാബുലിമത്തിന് ഒളിക്ക് ഭംഗിയായിട്ട് നടന്നു തീരുന്നേ അതിനുള്ള പൂജയാണോ അദ്ദേഹം തന്നെ പൂജാമുറിയിൽ നിന്ന് ചെയ്തതെന്നുള്ളതാണ്. പക്ഷെ പ്രധാനമന്ത്രി എപ്പോഴും നമ്മുടെ സുരക്ഷാ വിഭാഗത്തിന് ബന്ധപ്പെടാവുന്ന വിധത്തിൽ രാത്രി ഉറങ്ങുകയാണെങ്കിലും ചിലപ്പോൾ അതൊക്കെ പ്രശ്നമുണ്ടാകും. ഒന്നുകിൽ അക്കാര്യം അറിയാൻ പ്രധാനമന്ത്രി ഉറങ്ങിക്കണം. അപ്പൊ പ്രധാനമന്ത്രി ഉറങ്ങാൻ കഴിയണം. ഞാനതിന്റെ ഡൽഹി കൊണ്ടാകുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ പ്രോട്ടോകോളുകൾ വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച് ഏത് സമയവും വിളിച്ചുണർത്തപ്പെടാൻ സന്നദ്ധനായോ ഇരിക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹം എന്തിനാണ് നമ്മൾ സന്നദ്ധനായിരുന്നത് പലരും പള്ളി കുളിച്ചിരിക്കുന്നവരെ കണക്കാക്കാൻ അദ്ദേഹത്തോട് സ്വതന്ത്രാക്കുകയാണ്. ആർമി ഇറക്കണം ഈ പള്ളി കുളിക്കുന്നത് പറയാൻ. പള്ളി കുളിച്ചുകഴിഞ്ഞാൽ ഭംഗിയെ വേറെ ഉണ്ടാവാം, വെക്കത്തിൽ ഉണ്ടാവാം, വലിയ അഭിനയ പ്രശ്നം ഉണ്ടാവാം. പള്ളി കുളിക്കുന്നത് മാത്രമല്ല വിഷയം. അവരിപത്തിൽ കുളിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ രാജ്യസഭയിൽ അന്ന് പത്ത് തീരുമാനപ്രകാരം രാജ്യസഭയെ തോപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. രാജ്യസഭയിൽ ഇരിക്കുമ്പോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് രാജ്യസഭയുടെ ചെയർമാൻ ശ്രീ കെ എം നാരായണൻ. അദ്ദേഹം രാജ്യസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം നാളുകളിൽ വായിച്ചു കളയാൻ കഴിയാതെ കിടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ മഹാദുരന്തമാണ് ബാബരി മസ്ജിദ് പൊളിച്ച ഈ സംഭവം. മാർക്സിസ്റ്റ് സംഘടന ബാബരി മസ്ജിദ് പൊളിക്കാൻ വഹിച്ച പങ്കില് കോൺഗ്രസ് ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തി ഇവിടെ വന്ന് കോൺഗ്രസും ബിജെപിയുമായി സിപിഐഎമ്മിന് ഡീലുണ്ട് എന്ന നുണ പറയുന്നയാണെന്ന് ഞാൻ പറയുന്ന കാര്യം ശ്രീ രാഹുൽ ഗാന്ധി നുണ പറയുന്ന ആളാണെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. അസത്യം പറയുന്ന ആളാണ് എന്ന് ഞാൻ പറയുന്നത്. അതിന് അസത്യം പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 1989 ഇന്ദിരാഗാന്ധി മറിക്കപ്പെട്ടതെന്നുള്ളതാണല്ലോ. അത് പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി നമുക്കെല്ലാം ദുഃഖമുണ്ടായി. ഇന്ദിരാഗാന്ധി പ്രധാനമായത്. പക്ഷെ എന്നിട്ട് 1984 ഡിസംബർ ആ മാസത്തിലാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃത്വവുമായി രാജീവ് ഗാന്ധി ചർച്ച നടത്തിയ ഒരു ഡീൽ ഉറപ്പിച്ചു. ആ ഡീൽ ഉറപ്പിക്കുന്നതിന് ഇടനിലക്കാരനായിരുന്നത് നാഗ്പൂരിൽ നിന്നുണ്ടായിരുന്ന വെൽവരാജ എന്ന കോൺഗ്രസിന്റെ എത്തിയാണ്. നാഗ്പൂരിലെത്തി അദ്ദേഹം പിന്നെ ബിജെപിക്കും നേതൃത്വം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട്. ആ നിലപാടിലേക്കാണ് ബിജെപി മത്സരിച്ച് തെളിയിക്കുന്നത്. പക്ഷെ ആ മത്സരത്തിൽ മുഖ്യമായിട്ടും രാജീവ് ഗാന്ധി സിദ്ധാന്തി. ആ ഡീലിന്റെ ഫലമായിട്ടാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായതിനെ തുടർന്ന് ബാബരി മസ്ജിദ് അവിടെ ഒരു തരത്തിലുള്ള ആരാധനകൾ നടത്താൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ആഗമനത്തിന്റെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദിന്റെ ആ സ്ഥാനത്ത് സ്ഥലത്ത് ഇതാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് തീരുമാനിച്ച് അതിനവസരം. ഇങ്ങനെയുള്ള ഡീലിന്റെ ചരിത്രം 1960 നെതിരായി ജനസംഘവും കോൺഗ്രസും ഡീലുണ്ടാക്കി മത്സരിച്ചു. 1973
പല മണ്ഡലങ്ങളിൽ നിന്നും സമീപ മണ്ഡലങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ സ്വഭാവത്തിൽ നിന്നും ഈ നാട്ടുകാരും പാർട്ടികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് മാത്രം തുടർച്ചയാവുക. കോഴഞ്ചേരി അടുത്ത് മാലവൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ കൺവെൻഷൻ നടക്കാൻ മാലവൻ കൺവെൻഷൻ ലോകത്തിന്റെ നാലാ ഭാഗത്തു നിന്നും യേശുക്രിസ്തുവിന്റെ നാമം തുടരണം എന്ന് വിശ്വസിക്കുകയും അത് ആഹ്വാനം നടത്തുകയും ചെയ്തവർ ഈ മാലവൻ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആരോഗ്യത്തെയായി പ്രഖ്യാപിച്ചു. മാനവൻ കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. മാനവൻ കൺവെൻഷൻ നടക്കുന്നതിലേക്ക് ആവശ്യക്കാർ ആവശ്യം കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുവാൻ ആവശ്യം ബിജെപിയിൽ ശ്രമിച്ചതിന്റെ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു വേണ്ടി മലപ്പുറത്ത് അത് എടുത്തു കണ്ടിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആസുഖതയിലാണ് ചെറിയ ഇടവേള.